1988 എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ ബുക്ക് പബ്ലിഷ് ആയതോടെയാണ് വേം ഹോൾ എന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി ലോകം അറിയുന്നത്. എന്നാൽ ഈ ഒരു കോൺസെപ്റ്റ് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ഇൻ്റർസ്റ്റെല്ലാർ എന്ന സിനിമയിലൂടെയാണ്. എന്നാൽ ഇങ്ങനെയൊരു കൺസെപ്റ്റിനെ പറ്റി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ ഒരു യോഗി തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും ഒരു വേം ഹോളിനെ കണ്ടെത്തുവാനോ അതിലൂടെ യാത്ര ചെയ്യുവാനോ ഇന്നുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ ആ യോഗി വേം ഹോളിലൂടെ അന്നേ യാത്ര ചെയ്തതായി അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു. ആൽക്കമി എന്ന വിദ്യയിലൂടെ തയ്യാറാക്കിയ ഒരു പ്രത്യേകതരം വസ്തു ഉപയോഗിച്ചാണ് അദ്ദേഹം വേം ഹോളിലൂടെ യാത്ര നടത്തിയത്. അദ്ദേഹം അങ്ങനെ യാത്ര നടത്തിയത് 1008 പ്രപഞ്ചങ്ങളിലൂടെയാണ്. അദ്ദേഹം അതിനെ 1008 ശിവഖണ്ഡങ്ങൾ എന്ന് വിളിച്ചു. അദ്ദേഹം നടത്തിയ യാത്രയെക്കുറിച്ചും അവിടെ കണ്ട കാഴ്ചകളെക്കുറിച്ചും എഴുതി വച്ചിരിക്കുന്നത് കർക്കിടക വൈദ്യം എന്ന ഗ്രന്ഥത്തിലാണ്. ഈ ഒരു ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഇനി നമ്മളുടെ വീഡിയോ വരാൻ പോകുന്നത്. കാത്തിരിക്കുക. എല്ലാവർക്കും നന്ദി.